ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പാർത്തമ്മൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഒരുപാട് രാവിലെ ആയിട്ടുണ്ട്. അവന് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് നമുക്ക് അധികം ഇരുന്നത് എടുത്ത് ഞാൻ തിളപ്പിച്ചൂറ്റാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിളപ്പിച്ചൂറ്റുന്നത് ഇങ്ങനെയാണേ. അപ്പോൾ ഒരു ചരുവത്തിനകത്ത് വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അധികമുള്ള ചോറുണ്ടല്ലോ, അത് കോരി അതിനകത്തിട്ടിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ കണ്ണോപ്പ് പാത്രത്തിനകത്ത് തട്ടിയിട്ട് ഊറ്റിയെടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴത്തേക്കിനും എന്താ അടുത്ത മഴ. ഇപ്പോൾ ഇത് മൂന്നാമത്തെ കണ്ട് മഴയാണ് നേരം വെളുക്കണൊക്കെ. രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു. മഴ കാരണം നമുക്ക് കറണ്ടും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇതിപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് പെയ്യും, പിന്നെയും തോരും. അങ്ങനെയുള്ള രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് നിന്ന് പെയ്യുന്നില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെങ്കലവ കറിയാണ് കേട്ടോ. ചെങ്കലവ മുളക് കറി വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ തലേന്ന് വെച്ചതാണ്. ഇപ്പോൾ അണ്ണൻ ഇന്ന് പോന്നെന്നും പറഞ്ഞ് വെച്ചതാണ്, പക്ഷെ പോയില്ല ഇന്ന്. അപ്പോൾ അത് ചൂടാക്കിയതാണ്. കറണ്ടില്ല ഗായ്സ്, കറണ്ടില്ല. ഇന്നലെ രാത്രി പോയ കറണ്ടാണ്, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. മഴയാണെങ്കിൽ പെയ്യുന്നു തോരുന്നു, പെയ്യുന്നു തോരുന്നു, ഇങ്ങനെ നിൽക്കുക. പിന്നെ എന്താ എല്ലായിടവും വെള്ളപ്പൊക്കലും ഉരുൾപൊട്ടലും ഒക്കെയാണെന്നാണ് നമ്മളെല്ലാം ന്യൂസിനകത്തൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. നമുക്കിവിടെ പിന്നെ വലുതായിട്ടെന്നല്ല, നമുക്കിവിടെ വെള്ളശല്യം ഇല്ല. നമുക്കിവിടെ ഭയങ്കരമായിട്ട് തോനെ ഇങ്ങനെ വെള്ളം ഇന്ന് നിറഞ്ഞു വരുവാണെങ്കിൽ മാത്രമേ ഈ പുഞ്ച രണ്ടും നിറഞ്ഞ് റോഡിലെല്ലാം വെള്ളം കയറുന്നത്. അല്ലാതെ നമുക്ക് വെള്ളശല്യമേ ഇല്ല. പിന്നെ വെള്ളം മലനടയിൽ കയറും കേട്ടോ. അവിടെയും ഇതുവരെയായിട്ട് ഞാനിപ്പോൾ ഇന്നലെയും വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, രാത്രി വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ വെള്ളം അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വെള്ളം കയറാതിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നതാ. പിന്നെന്താ, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഇനി ഇവിടെ അമ്മ ഇങ്ങനെ പറയുന്നു, പഴയ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, അമ്മ ഇങ്ങനെ പറയുന്നു വാവൊക്കെ കഴിയാതെ ഇനിയിപ്പം മഴ മാറൂല, അങ്ങനെയാണല്ലോ വാവിനൊരു വെള്ളമായിട്ട്. പിന്നെന്താ, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെയാണ്. ഇങ്ങനെ പ്രകൃതിയുടെ എന്തൊക്കെയോ മാറ്റങ്ങളാണെന്ന് പറയുന്ന കേൾക്കാം. അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ. ഈ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയുക, കറണ്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വന്നായിരുന്നു. എന്തായാലും വന്ന ആ സമയം കൊണ്ട് ഞാൻ മോട്ടർ ഇട്ട് വെള്ളം നിറച്ച് വെച്ചു. അപ്പോൾ എൻ്റെ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും കറണ്ടും പോയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ അടുത്തുള്ളൊരു കൊച്ചിങ്ങനെ വന്നിട്ട് പറഞ്ഞു, അവിടെ ട്രാൻസ്ഫോമർ വീണ്ടും അത് കത്തി. അപ്പോൾ അവിടെ നിന്ന് പണിയുന്ന ആൾക്കാർ വന്നിട്ടേ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് പണിയുന്നു. കുറച്ച് കഴിയുമ്പോൾ കറണ്ട് വരുമായിരിക്കും. ഇന്നലെ രാത്രി പോയ കറണ്ടാണ്. ഇപ്പോൾ ഒന്ന് വന്നിട്ട് അതുപോലെ പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എന്താ, അടുത്ത വിശേഷങ്ങളിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം, വന്ന് പറയാം. ഇന്ന് പിന്നെ അധികം ജോലിയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഒരു തോരൻ വെക്കണം. കർക്കിടക മാസം ആയില്ലേ. കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ 10 ഇല തോരൻ വെച്ച് കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പം 10 ഇല ഇല്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഇലയെങ്കിലും വെച്ച് തോരൻ വെക്കണ്ടേ. നമ്മുടെ ശരീരത്തിന് ഒരുപാട് വിഷങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ഒരു മാസം നമ്മൾ മീനും ഇറച്ചിയൊന്നും കഴിക്കാതെ ഇലകൾ കൂടുതലായിട്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൈസൂർ ചീരയാണ് കേട്ടോ. മൈസൂർ ചീര എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ആളുകൾ കണ്ടുപിടിച്ച പേരാണ്. പണ്ട് ഞങ്ങളൊക്കെ ഇതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ വേലിച്ചീരനാണ്. നമ്മളെ വേലിക്കലൊക്കെ നമ്മളിങ്ങനെ വേലി വെക്കില്ലേ. അപ്പോൾ വേലി വെക്കുമ്പോൾ ആ വേലിക്കൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ വേലി ഇങ്ങനെ പൊളിഞ്ഞു പോകാതിരിക്കാനും വേണ്ടി ഇങ്ങനെ കൊണ്ടുവെക്കുന്ന സാധനം. അപ്പോൾ ഇതിനകത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ പടർന്നിങ്ങനെ വേലിയായിട്ട് ഇങ്ങനെ കിളിച്ച് നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇല ഒടിച്ച് നമുക്ക് തോരൻ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇലയാണെങ്കിൽ ഒരുപാട് ഞാൻ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് വീട്ടിലാണെങ്കിൽ ഒരു നേരത്തെ നമുക്ക് ആഹാരത്തിന് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു തോരനും തേങ്ങാ ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരുപാട് ദിവസങ്ങൾ ഞാൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു തോരൻ്റെ മണം. അതിപ്പോഴും എനിക്കിഷ്ടം. അത് വെന്ത് കഴിയുമ്പോഴുള്ളൊരു മണം, അതിനൊരു പ്രത്യേക മണം, അതെനിക്ക് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേ തേങ്ങാ ചമ്മന്തിയും കൂടെ വേണമെന്നേ ഉള്ളൂ, എന്നാലും ഞാനിത് കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നെങ്കിലും നമ്മൾ നോക്കി എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതിൻ്റെ പിറകിലാണെങ്കിലുണ്ടല്ലോ, ഈ ഇലയുടെ പുറകിലാണെങ്കിൽ ഈ ചിലന്തിയും ഒക്കെ കൂട് വെക്കും. ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് കൂടെ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ പൂവാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ ഇതിൻ്റെ പൂവ് ഇങ്ങനെ പിച്ചിയിട്ട് മൂക്കുത്തിയായിട്ടും കമ്മലായിട്ടും ഒക്കെ വെക്കുമായിരുന്നു. പണ്ട് ഈ അരിയും കൂട്ടാനൊക്കെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിട്ട് കളിക്കുമല്ലേ കുഞ്ഞു പ്രായത്തിൽ. അപ്പോഴൊക്കെ ഇതിൻ്റെ പൂവ് ഇങ്ങനെ പിച്ചിയിട്ട് മൂക്കുത്തി പോലെയും കമ്മൽ പോലെയൊക്കെ ഇതിനൊരു പൂവുണ്ടല്ലോ, വട്ടത്തിലുള്ള പൂവ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ കുട്ടിക്കാലത്തേക്ക് കടന്നു പോകുമെന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ തോരനിലേക്ക് തന്നെ വരാം. ഞാൻ എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ
കുനുകുനാന്നരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഈ വേലിച്ചീരയുടെ ഇലയുണ്ടല്ലോ അതിങ്ങനെ തട്ടിയിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് എന്താണ് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ തേങ്ങയ്ക്കകത്ത് ചതച്ചത് മിക്സിയിലിട്ട് ഒരൊറ്റ അടി, ആ ഒരൊറ്റ അടിയിൽ നമുക്ക് എടുത്ത നമ്മളെ ഈ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീരയ്ക്കകത്തോട്ട് ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എരിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് നല്ല നാടൻ ഉണ്ടമുളക് കൊണ്ടുവന്നായിരുന്നു. അപ്പം ആ ഉണ്ടമുളക് 2 കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. സാധാരണ മുളകൊന്നും അതിനകത്ത് അരിഞ്ഞ് ചേർക്കത്തില്ല, പിന്നെ ഞാനങ്ങ് ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇലത്തോരനല്ലേ, ആവിയിൽ ഇത് വെന്ത് വരും. എന്താ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അതിൻ്റെ മണം എനിക്കങ്ങോട്ട് എനിക്ക് കൊതി വരുന്നുണ്ടായിരുന്നു. പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഉച്ചക്കത്തേക്കുള്ള ചോറ് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ചെങ്കലവ കറിയും പിന്നെ നമ്മുടെ ചീരത്തോരനും രാവിലെ പാർത്ഥന് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയ മുട്ടക്രോസ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ഫേവറേറ്റാണ് മുട്ടക്രോസ് മെഴുക്കുവരട്ടി. അതില്ലാണ്ട് അവന് പറ്റില്ല. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇപ്പോൾ നാളെയും വേണം എന്ന് പറയും. അപ്പോൾ അവൻ വയറ് നിറച്ച് കഴിക്കുമല്ലോ. അപ്പോൾ അവന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. പിന്നെ കൂട്ടുകാർക്കും ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ ചോറ് കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റത്തുനിന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ട് കിട്ടി. നമുക്ക് വീണ്ടും പാഷൻ ഫ്രൂട്ട് കിട്ടി. പഴുത്തോണ്ടേ പഞ്ചാര ഇടണ്ട, നല്ല മധുരമുണ്ട്. ഹായ് 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 സൂപ്പർ. അപ്പം ഞാനത് കുടിക്കട്ടെ. കറണ്ടൊക്കെ വന്നു കേട്ടോ. ഇച്ചിരി നേരമായി കറണ്ടൊക്കെ വന്നിട്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞു. ഇനി റേഷൻ കടയിൽ പോകണം റേഷൻ അരി വാങ്ങിക്കാനായിട്ട്. പാത്തമ്മൻ ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ പോകാം. അങ്ങനെ ഞാനും അണ്ണനും കൂടെ നമ്മുടെ റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റേഷൻ കട. പിന്നെ ഈ അരി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാനായിട്ട് വണ്ടി വേണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ അങ്ങ് പോയത് തന്നെ. അപ്പോൾ എന്താ സ്കാനറിൽ വിരൽ അമർത്തുക എന്ന് പറഞ്ഞപ്പോൾ വിരലൊക്കെ അമർത്തി ആൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കിട്ടിയ സാധനങ്ങളും മേടിച്ച്, കിട്ടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് എന്തോ ഒരു അരി മാത്രമേ കിട്ടുള്ളൂ. ആ അരി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തുണ്ട് ഒരു മുട്ട മഴ. ഇന്നിപ്പോൾ ഇത് എത്രാമത്തെ മഴയാണെന്നൊന്നും നമുക്ക് എണ്ണാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒന്ന് പെയ്യും തോരും, പെയ്യുന്നതല്ല നല്ല വലിയ മഴകളാണ് പെയ്യുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതാ ഈ അരിയാണ് നമുക്കിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഈ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെറുതായിട്ട് മഴ തോന്നപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഇനി പോയിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത മഴ വീണ്ടും പെയ്യുന്നു. ഈ മഴയുടെ എണ്ണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പാർത്തമ്മോനാടെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് ഔഷധക്കഞ്ഞിയൊക്കെ വാങ്ങിക്കാനായിട്ട്. വലിയ കാര്യത്തിൽ 56 ചാക്കൂക്കെ ആയിട്ട് പോയതാണ്. റേഷൻ കടയിൽ ഒരു അരി മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ആ അരി മേടിച്ചുകൊണ്ട് പോയിരുന്നു. ഒരു മഴ പെയ്ത് ചെറുതായിട്ട് തോന്നപ്പോഴേക്കും ഞങ്ങളിങ്ങ് പോരുന്നു. വീട്ടിൽ വന്നപ്പോൾ വീണ്ടും അടുത്ത മഴ പെയ്യുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞത് വലിയ കാര്യത്തിൽ കർക്കിടക മാസത്തിൽ നമ്മൾ മീനും ഇറച്ചിയൊന്നും അധികം കഴിക്കരുതെന്ന്. പക്ഷേ എന്ത് ഞാൻ മന്തി കണ്ടപ്പോഴത്തേക്കിനും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്നുള്ളതാണ് സത്യം. ആ വൈകിട്ടായപ്പോഴത്തേക്കിനും കാണാൻ അണ്ണൻ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കാൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഇന്നത്തെ അത്താഴം മന്തിക്കകത്ത് ഒതുക്കാമെന്ന് കരുതി ചോറൊക്കെ കോരി ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് എല്ലാ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതേപോലെ മഴയാണോ അല്ലയോ എന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കാൻ മറക്കല്ലേ.